ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിൻ്റെ ഡേ 6ലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. റോണ്ട ബോൺ എഴുതിയ ദ സീക്രട്ട് എന്ന ബുക്കിൻ്റെ പ്രാക്ടിക്കൽ ഗൈഡായ ദ മാജിക്കിൻ്റെ 28 ഡേയ്സ് ചലഞ്ചിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ തൊഴിൽ മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും നമ്മൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എത്രയൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററായ വർക്ക് ദ മാജിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. ശരിക്കും ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമുക്ക് നേടാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആർക്കൊക്കെയാണോ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ അബൻഡൻസ് കിട്ടുന്നു. ആർക്കൊക്കെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് അവർക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ കരിയറിൽ നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള ജോലിക്ക് നമ്മൾ നന്ദി പറയണം. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിലവിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, ക്ലയൻസ്, വർക്കേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്സ്, പാൻട്രി വർക്കേഴ്സ്, ടീ ബോയ്, അങ്ങനെ ബിസിനസ്സിലുള്ള ഓരോ വ്യക്തികളോടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. കാരണം അവരൊന്നുമില്ലാതെ നിങ്ങളുടെ ബിസിനസ് ഉയരാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും നിലവിലുള്ള എംപ്ലോയീസിനെയും ക്ലയൻസിനെയും ഒക്കെ വളരെ ഗ്രേറ്റ്ഫുള്ളായി ട്രീറ്റ് ചെയ്യുന്നുവോ അത്രയും നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയുടെ ഗ്രാഫ് താഴേക്ക് പോകും. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർ അവർക്ക് മണി വരുമ്പോൾ അവർ അതിനെക്കുറിച്ച് ബോധേഡാകില്ല, ഗ്രേറ്റ്ഫുൾനെസ് നഷ്ടപ്പെടുകയും ചെയ്യും. അവരുടെ സ്വഭാവ രീതികളിലൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എല്ലാവരും മണിയെ ബ്ലെയിം ചെയ്യും. പണം വന്നതുകൊണ്ടാണ് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവ രീതിയൊക്കെ മാറിയത്. ശരിക്കും മണി അവിടെ ഒന്നും ചെയ്തിട്ടില്ല, വ്യക്തിയാണ് മാറിയിരിക്കുന്നത്, വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന മണിയുടെ അളവിലും മാറ്റം വരുന്നതാണ്. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വളരെ ദാരിദ്ര്യത്തിൽ വളരുകയും പക്ഷേ ലൈഫിൽ മില്യനേഴ്സും ട്രില്യനേഴ്സുമായി മാറുന്നവർ. ദിവസ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾ അത്രയും കഷ്ടപ്പാടിൽ ജീവിച്ചിട്ടും ലൈഫിൽ ഉയർന്നു വന്ന് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് കരുതി മുദ്രകുത്തി തഴഞ്ഞിട്ടിരിക്കുന്ന പല കുട്ടികളും അവരുടെ ജീവിതത്തിൽ അമേസിങ് ചേഞ്ചസ് വരുത്തി മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല എങ്കിൽ അവിടുത്തെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ ലൈഫിൽ സക്സസിൻ്റെ ഗ്രാഫ് താഴേക്ക് തന്നെ പോകും. ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യത്തിനും എണ്ണി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഓരോ കാര്യത്തിനും എണ്ണി നന്ദി പറയുക. ഇപ്പോൾ നിലവിലുള്ള ജോലിക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ ഇതിലും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഓഫീസിലെ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടാകാം. അതിൽ നന്നായി പെരുമാറുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നന്ദി പറയുക. ഒരാളെങ്കിലും നന്നായി പെരുമാറുന്നുണ്ടല്ലോ എന്ന് ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ ഒന്നുകിൽ നെഗറ്റീവായിട്ടുള്ള സഹപ്രവർത്തകർ അവിടെ നിന്ന് മാറിപ്പോവുകയോ പകരം നല്ല സപ്പോർട്ടീവായിട്ടുള്ള കൊളീഗ്സ് നിങ്ങൾ ഓഫീസിലേക്ക് വരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിൽ ജോലി ലഭിക്കുകയോ ചെയ്യും. ചെറിയ കുഞ്ഞുങ്ങളുള്ള വർക്കിംഗ് മദേഴ്സിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ശരിക്കും ജോലിയിൽ ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല, നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഈ കുഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നത് കേൾക്കാം. കുഞ്ഞ് വരും മുമ്പ് ഞാൻ നന്നായി വർക്ക് ചെയ്തിരുന്നതാ, കൊച്ചു വന്ന ശേഷം എൻ്റെ ജോലി എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ ഓരോന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ സംസാരിക്കാറുണ്ട്. ശരിക്കും ഈ ബ്ലെയിം ചെയ്യൽ വീണ്ടും നമ്മുടെ ജോബിനെ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് ചിന്തിച്ചാലോ, എനിക്കൊരു ബേബി ഉണ്ടല്ലോ, എനിക്ക് നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ജോബ് ഉള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി പെർഫെക്റ്റ് ആയിട്ട് നോക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യവും സന്ദർഭവും ആൾക്കാരും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൗസ് മെയ്ഡിനോടും ഡ്രൈവേഴ്സിനോടും സ്റ്റാഫിനോടും സെക്യൂരിറ്റിയോടുമൊക്കെ വളരെ മോശമായി വളരെ റൂഡായി പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
ശരിക്കും നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പൈസ വരുമ്പോൾ നമുക്കതിൽ അഹങ്കാരം തോന്നി മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സക്സസ്സിൻ്റെ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവോ, എത്രത്തോളം പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവോ അത്രത്തോളം വിനയമുള്ളവരായി നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും ഒരുപോലെ നന്നായി പെരുമാറുക. നമ്മുടെ താഴെയുള്ള കൊളീഗ്സിനോടൊക്കെ നന്നായി പെരുമാറുകയും സ്നേഹത്തോടെ തോളിൽ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുകയും അതൊക്കെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ മെൻറ്റാലിറ്റി പോലെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോയും. നമ്മുടെ മനസ്സിനകത്തെ ചിന്തകൾ എന്താണോ അതാണ് ബാഹ്യ ലോകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ എപ്പോഴും നന്നാക്കി ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളോടും റെസ്പെക്റ്റോടു കൂടി നന്നായി പെരുമാറുവാൻ നമ്മൾ ശീലിക്കുക. പലരെയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 100 ഇരട്ടിയായി അതൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ ഒരാളെ ചതിക്കുമ്പോൾ 100 പേർ നമ്മളെ ചതിക്കാൻ നമ്മളിലേക്ക് വരുമെന്ന് ചിന്തിക്കുക. കർമ്മ ഈസ് റിയൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തില്ല എന്നോർത്ത് അതിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് എന്തുണ്ട് എന്നോർത്ത് അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് നോക്കി നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് മാറുന്നതായി കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഒരു ഭിക്ഷക്കാരൻ ആ മനുഷ്യന് എന്തിനു വേണ്ടിയാണ് നന്ദി പറയേണ്ടതെന്ന്. ഒരു ഭിക്ഷക്കാരൻ അയാളുടെ ഭിക്ഷ എടുക്കുന്ന പാത്രത്തിന് നന്ദി പറയുകയും അറ്റ്ലീസ്റ്റ് അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക. ആ നന്ദി പറച്ചിൽ ആ വ്യക്തിയെ അയാൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് അയാളെ എത്തിക്കും. ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നിങ്ങളുടെ ഫാമിലിയിലുള്ള പല വ്യക്തികളുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ ബ്ലെയിം ചെയ്യുകയും അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഹാപ്പിയായി ഫാമിലിയുമായി സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുമായുള്ള നിമിഷങ്ങൾ ഏറ്റവും ബെറ്റർ ആക്കുകയും കുടുംബം സ്വർഗമാക്കുകയും ചെയ്യുക. നമ്മുടെ കുടുംബം എങ്ങനെയാകണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ഹാപ്പിനെസ് നമ്മൾ തന്നെ സൃഷ്ടിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ലൈക്ക് മാജിക് എന്ന മാജിക് പ്രാക്ടീസിൽ പറയുന്നത് നിങ്ങൾ ഇന്ന് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നുവെന്ന് ശ്രദ്ധിക്കാനും അത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സൗഭാഗ്യങ്ങൾ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനും വേണ്ടി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ക്രിയേറ്റർ ഒരു ഇൻവിസിബിൾ മാനേജരായി, അതായത് അദൃശ്യനായ ഒരു മാനേജരായി നിങ്ങളുടെ കൂടെ ഇന്ന് മുഴുവൻ ഉണ്ടാകുന്നതായി നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ശരിക്കും ഇൻവിസിബിൾ മാനേജരായ നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ സൃഷ്ടാവിനെ തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മുതൽ നിങ്ങൾക്കൊപ്പം ഒരു ഇൻവിസിബിൾ മാനേജർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതലുള്ള നിങ്ങളുടെ പെരുമാറ്റമെല്ലാം ഈ അദൃശ്യനായ മാനേജർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. പുള്ളി അദൃശ്യനായി എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും നടന്നിറങ്ങി. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ലിഫ്റ്റിൽ കയറും. അപ്പോൾ ലിഫ്റ്റിന് നന്ദി പറയാം. കാറിൽ കയറുമ്പോൾ കാറിന് നന്ദി പറയാം. നമുക്ക് നല്ല ഹെൽത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാനും കാർ ഓടിക്കാനും ഒക്കെ കഴിയുന്നത്. അങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ മാനേജർ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണോ, ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണോ, എവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതെന്ന് നമ്മളിങ്ങനെ തിരഞ്ഞ് ചുറ്റിലും നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഓഫീസിൽ ചെന്ന് നമ്മൾ ബോസിനെ കാണുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, കൊളീഗ്സിനെ കാണുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ പിയൂണ് നന്ദി പറയുന്നു, ഓഫീസിലെ മറ്റുള്ള സ്റ്റാഫുകൾക്ക് നന്ദി പറയുന്നു, നിങ്ങൾ ഓരോ ഫയൽ എടുക്കുമ്പോഴും ആ ഫയലിനൊക്കെ നന്ദി പറയുന്നു, ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ അതിന് നന്ദി പറയുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പേന, ടേബിള്, ഫർണിച്ചർ എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതൊക്കെ ഇൻവിസിബിൾ മാനേജർ നോട്ട് ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. ഫോർ എക്സാമ്പിളായി നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോൾ എനിക്ക് നല്ലൊരു റിസപ്ഷനിസ്റ്റ് ഉള്ളതിനാൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാകുന്നു. എൻ്റെ ഓഫീസിലെ എൻ്റെ എല്ലാ നല്ല ഫെസിലിറ്റിക്കും ഞാൻ വളരെയധികം നന്ദിയുള്ളവനാകുന്നു. എനിക്ക് നല്ലൊരു മാനേജർ ഉള്ളത് കൊണ്ട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാകുന്നു. എനിക്കിരിക്കാൻ നല്ല ചെയർ ഉള്ളത് കൊണ്ട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാകുന്നു. നിങ്ങൾക്ക് എന്തുമാത്രം റിസൾട്ട് വേണമെന്നുണ്ടോ അത്രത്തോളം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാം.
നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം അഭിവൃദ്ധി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇൻവിസിബിൾ മാനേജർക്ക് നൽകാൻ കഴിയും. നിങ്ങളുടെ ഇൻവിസിബിൾ മാനേജർ ഇതെല്ലാം കാണുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവിസിബിൾ മാനേജറെ കൂട്ടി വേണം നാളെ ജോലിക്ക് പോകാൻ. അപ്പോൾ നിങ്ങളുടെ ഇൻവിസിബിൾ മാനേജർക്ക് നിങ്ങൾക്ക് മണി നൽകാൻ സാധിക്കും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ശരിക്കും മാനേജർ നോക്കുമ്പോൾ നമ്മൾ എല്ലാറ്റിനും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ തരുവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മികച്ച ജോലിയും അതിലും മികച്ച സാലറിയും സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. മികച്ച അബൻഡൻസുകൾ നമ്മളെ തേടിയെത്തുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഡേ 5 വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും കൃത്യമായി ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡേ 1, ഡേ 2 പ്രാക്ടീസ് കമ്പൽസറിയായി നിരന്തരം നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസുകളാണ്. അതുമാത്രമല്ല, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ് ഈ മാജിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ഐ ലവ് യു ഓൾ.